സൗദി അറേബ്യയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ചേരുന്നുണ്ട്. ജലീൽ, നിലവിൽ ഈ റംസാൻ നോമ്പ് കാലമൊക്കെയാണ്. പലയിടങ്ങളിലും ഈ നോമ്പ് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ചില നിയന്ത്രണങ്ങൾ കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്. നിലവിലത്തെ ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ സൗദിയിലെ തൊഴിൽ മേഖലയിലോ അല്ലെങ്കിൽ സ്കൂളുകളുടെ കാര്യത്തിലോ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ, നിർദ്ദേശങ്ങളുണ്ടോ ഈ ഘട്ടത്തിൽ? ഗോകുൽ, സൗദിയെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി ശാന്തമാണ്. രണ്ട് മേഖലയ്ക്ക് നേരെ 2 തവണയാണ് സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായതായി സൗദി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത്. അത് റിയാദിനും കിഴക്കൻ പ്രവിശ്യയ്ക്കും നേരെയാണ്. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളെ പോലെ ഇവിടെ സൗദിയിൽ വിമാനത്താവളങ്ങൾ അടച്ചിട്ടില്ല, അതോടൊപ്പം തന്നെ സ്കൂളുകൾ അടച്ചിട്ടില്ല. എല്ലാം ഓഫീസുകളും സ്കൂളുകളും വിമാനത്താവളങ്ങളും ഒക്കെ സാധാരണ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഉണ്ടായ പ്രധാനപ്പെട്ട ഒരു മാറ്റം, അത് സൗദി ഉൾപ്പെടെ എല്ലാ ഗൾഫ് രാജ്യങ്ങളും ഇറാനെതിരെ വളരെ ശക്തമായി രംഗത്ത് വന്നു എന്നുള്ളതാണ്. അതിന് അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനെ ആക്രമിക്കാൻ സൗദിയുടെ മണ്ണ് വിട്ടു നൽകില്ല എന്ന് സൗദി പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ UAE-യുടെ മണ്ണും വ്യോമപാതയും വിട്ടു നൽകില്ല എന്ന് UAE പറഞ്ഞിരുന്നു. ഇതൊക്കെ പാലിച്ചിട്ടും സൗദിക്കെതിരെ ഇറാൻ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇവരെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. സൗദിയും ഇറാനും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം യമനിലെ ഹൂത്തികൾ ഇറാന് പൂർണ്ണ പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സൗദിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീഷണിയാണ്. അതായത് ഇറാന്റെ പിന്തുണയോടെ ഹൂത്തികൾ നേരത്തെ സൗദിക്ക് നേരെ നിരന്തരം ആക്രമണം നടത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചർച്ചകളിലൂടെ ഇതെല്ലാം പരിഹരിച്ചിരുന്നു. അതിനുശേഷം എല്ലാം സമാധാനമായിട്ടാണ് മുന്നോട്ട് പോയിരുന്നത്. ഇറാനും സൗദിയും തമ്മിലുള്ള ബന്ധം വീണ്ടും വഷളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇറാനും ഹൂത്തികളും ഒരുമിച്ച് സൗദിക്കെതിരെ തിരിഞ്ഞാൽ അത് വീണ്ടും പഴയ സാഹചര്യത്തിലേക്ക് പോകുമോ എന്ന ഒരു ആശങ്കയൊക്കെ ഉണ്ട്. ഏതായാലും കഴിഞ്ഞ ദിവസം രാത്രി മറ്റു രാജ്യങ്ങൾക്കെതിരെയൊക്കെ വളരെ ശക്തമായ ആക്രമണമാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പക്ഷേ സൗദിക്ക് നേരെ അത്ര കൂടുതൽ വലിയ രൂപത്തിലുള്ള ആക്രമണങ്ങൾ ഇതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഇതിനിടെയാണ് ഡൊണാൾഡ് ട്രംപും സൗദി കിരീടാവകാശിയും തമ്മിൽ ടെലിഫോണിൽ സംസാരിച്ചത്. സൗദി അറേബ്യക്ക് പൂർണ്ണ പിന്തുണ ട്രംപ് അറിയിച്ചു. ഈ ആക്രമണങ്ങളെ ട്രംപ് വളരെ ശക്തമായി അപലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സൗദിയുടെ പ്രതിരോധ സേനയുടെ മികവിനെ, അതായത് സൗദിക്ക് നേരെ വന്ന മിസൈലുകളെ വളരെ വിജയകരമായി തടഞ്ഞു നിർത്തിയ ഈ മികവിനെ ട്രംപ് അഭിനന്ദിച്ചു. അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ട്രംപ് സൗദി അറേബ്യക്കും അതോടൊപ്പം തന്നെ മറ്റു GCC രാജ്യങ്ങൾക്കും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഈ സൗദി വിമാനത്താവളങ്ങളിൽ നിരവധി ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാനും ഇവരെ ഔദ്യോഗിക അതിഥികളായി, സൗദിയുടെ അതിഥികളായി സ്വീകരിക്കാനും സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇവർക്ക് ആവശ്യമായ താമസം നൽകണം, ഭക്ഷണം നൽകണം, മറ്റു എന്തൊക്കെയാണോ സൗകര്യങ്ങൾ വേണ്ട ഇതെല്ലാം ചെയ്യാനുള്ള ഒരു നിർദ്ദേശം സൗദി ഭരണാധികാരി സൽമാൻ രാജാവും അതോടൊപ്പം തന്നെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനും നൽകിയിട്ടുണ്ട്. ഇറാന്റെ ഈ ആക്രമണത്തെ നേരിടുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നയതന്ത്ര ചർച്ചകൾ ഈ ഗൾഫ് രാജ്യങ്ങളുടെ രാഷ്ട്ര നേതാക്കൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി മുതൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ വിവിധ ഗൾഫ് രാഷ്ട്ര തലവന്മാരുമായും അതോടൊപ്പം തന്നെ മറ്റു രാഷ്ട്ര തലവന്മാരുമായും വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. UAE പ്രസിഡന്റ്, ബഹ്റൈൻ രാജാവ്, ഖത്തർ അമീർ, കുവൈത്ത് അമീർ, ജോർദാൻ രാജാവ് തുടങ്ങിയവരുമായൊക്കെ ആദ്യം തന്നെ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ടെലിഫോണിൽ സംസാരിച്ച് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തു. അതിന് പുറമെയാണ് ഡൊണാൾഡ് ട്രംപും ഒമാൻ ഭരണാധികാരിയും സിറിയൻ പ്രസിഡന്റ്, മൊറോക്കോ രാജാവ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി തുടങ്ങിയവരൊക്കെ സൗദി കിരീടാവകാശിയുമായി സംസാരിച്ച് പൂർണ്ണമായ പിന്തുണ വാഗ്ദാനം ചെയ്തു. ഈ സാഹചര്യങ്ങളെ, അതായത് മേഖലയിൽ ഇപ്പോൾ നേരിടുന്ന ഈ സാഹചര്യങ്ങളെ നേരിടാൻ തങ്ങളുടെ എല്ലാ സജ്ജീകരണങ്ങളും സൗദിയുടെ എല്ലാ സംവിധാനങ്ങളും ഈ സഹോദര രാജ്യങ്ങൾക്കായി വിട്ടു നൽകും എന്ന് സൗദി അറേബ്യ ഇന്നലെ സൗദി വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ജലീൽ കണ്ണമംഗലമാണ് സൗദിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.